SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. ഈ മോക്ക് ടെസ്റ്റിൽ ബേസിക് സയൻസിലെ ക്ലാസ് 8 ബേസിക് സയൻസിലെ 5ാം ചാപ്റ്ററായ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, പഞ്ചസാരയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് മൂലകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ, മൂലകങ്ങളല്ല, രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മൂലകങ്ങൾ. രാസപ്രവർത്തനത്തിലൂടെ 2ഓ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ബെർസീലിയസ്. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവിയാണ്. മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസീലിയസ്. ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതൊക്കെയാണ്? സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ഏതൊക്കെയാണ്? സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബൺ പ്രതീകമാണ് സി, ഓക്സിജൻ O, നൈട്രജൻ N, ഹൈഡ്രജൻ H, സൾഫർ S, കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. ഇമ്പോർട്ടൻ്റ് ആണ് മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങൾ. കാർബൺ C, ഓക്സിജൻ O, നൈട്രജൻ N, ഹൈഡ്രജൻ H, സൾഫർ S, കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, ബ്രോമിൻ Br, ബെറിലിയം Be. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം. സോഡിയത്തിൻ്റെ പ്രതീകം Na. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പ്രതീകം K. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പ്രതീകം K ആണ്. കോപ്പറിൻ്റെ ലാറ്റിൻ നാമമാണ് കുപ്രം. പ്രതീകം Cu. അയണിൻ്റെ ലാറ്റിൻ നാമമാണ് ഫെറം. പ്രതീകം Fe. കോപ്പറിൻ്റെ ലാറ്റിൻ നാമം കുപ്പർ. പ്രതീകം Cu. അയണിൻ്റെ ലാറ്റിൻ നാമമാണ് ഫെറം. പ്രതീകം Fe. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളെ ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. രണ്ട് ആറ്റങ്ങളുള്ള മൂലകങ്ങളെ ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. 2ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു ആറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായുണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഉൽപ്പന്നങ്ങൾ.
ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങൾ അറിയപ്പെടുന്നത് സമീകൃത രാസസമവാക്യങ്ങൾ. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പഞ്ചസാരയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാമെന്ന് കണ്ടെത്തിയത് സർ ഹംഫ്രി ഡേവിയാണ്. മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം നാട്രിയം, പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം കാലിയം, കോപ്പർ, കുപ്രം, അയൺ, ഫെറം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഏകാറ്റോമിക തന്മാത്രകൾ, ദ്വയാറ്റോമിക തന്മാത്രകൾ, ബഹു ആറ്റോമിക തന്മാത്രകൾ എന്നിവ പഠിച്ചു. മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങൾ സെലിനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് അഭികാരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.